സിഗ്നൽ ഇവിടെ സിഗ്നൽ ഭയങ്കര ബ്ലോക്ക്. സെൻട്രലാണ്. സെൻട്രലിൽ എപ്പോഴും രാവിലെ ഈ സമയമാകുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവും. 9 മണിയായില്ലേ ഓഫീസ് ടൈം. 9 രാവിലെ നല്ല തിരക്കാണ്. പേരൂക്കട ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ സാസമംഗലം, വെള്ളയമ്പലം, അവിടെ നിന്ന് വീണ്ടും ഇടത്തോട്ട് പിടിച്ച് കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ്, ഇപ്പം റൈറ്റിലോട്ട് പിടിച്ച് കഴിഞ്ഞാൽ വെള്ളയമ്പലം. ഇത് റൈറ്റിലോട്ട് പോകുന്ന അമ്പലമുക്ക്. അങ്ങനെ നമ്മൾ അമ്പലമുക്ക്, പേരൂക്കട അമ്പലമുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അവിടുന്ന് റൈറ്റ് കയറുക, നേരെ പോട്ട്. അമ്പലമുക്ക് എത്തറായിക്കൊണ്ടിരിക്കുന്നു. സവാളയൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നു ലോഡ് കണക്കിന്. ഇവിടുന്ന് ഇടത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ വെള്ളയമ്പലം, സാസമംഗലം ആ ഭാഗത്തോട്ടൊക്കെ പോകും. ഇവിടുന്ന് റൈറ്റ് പാറോട്ടാണ്. ഇവിടുന്ന് റൈറ്റിലോട്ട് പിടിച്ച് കഴിഞ്ഞാൽ നേരെ പോയാൽ കവടിയാറ. ആപ്പിള്, കൊലക്കട എല്ലാം ഉണ്ട്. SFS ഫ്ലാറ്റ്. എന്തിനാണ് സൗണ്ട്? നേരെ 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 നമ്മൾ പാറോട്ടണം പോകുന്ന റോഡാണ്. നേരത്തെ ഈ റോഡ് മൊത്തം പോയി കിടന്നാണ്. റോഡ് എന്നിട്ടും ഉണ്ട് അല്ലേ? പൊടിഞ്ഞ് തരിപ്പണമായി കിടന്നായി. ഇപ്പം എന്നാലും ഒരുവിധം വലിയ കുഴപ്പമില്ല. ഇവിടെ എല്ലാം കുത്തിപ്പൊളിച്ച് റെഡിയാക്കി ഇട്ടിരിക്കുക. ഇവിടെ എന്നാ കാര്യം, ഈ സാധനമൊക്കെ ചെയ്യേണ്ട എങ്ങനെ പറഞ്ഞാൽ റോഡിൽ കൂടെ ഈ പൈപ്പ് ലൈൻ കൊണ്ടുവരരുത്. ഈ റോഡിനൊരു സ്ഥലം എടുക്കുന്ന പോലെ തന്നെ ഈ റോഡിനോട് ചേർന്നിട്ട് തന്നെ പൈപ്പ് ലൈന് വേണ്ടി ഒരു 5 മീറ്റർ 10 മീറ്റർ സ്ഥലം എടുക്കുക. എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി പൈപ്പ് ലൈൻ വിടുക. ഈ റോഡുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവരുത്. ഈ പൈപ്പ് ലൈനുകളൊന്നും അതുപോലെ ഒന്നും ഈ റോഡുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ആ ലൈനിൽ കൂടി തന്നെ നിങ്ങൾക്ക് ഡ്രെയിനേജോ വീനേജോ ഈ പൈപ്പ് ലൈനോ എല്ലാം അതിൽ കൂടി പോകും. അപ്പോൾ ഈ വെള്ളം പൊട്ടലും ചീറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ കുത്തിപ്പൊളിക്കുക അവർക്ക്. അപ്പോൾ ഈ സ്ഥലം വയലിക്കടയായി. ഇത് വയലിക്കട അല്ലേ? വയലിക്കട. ഇതും ഒരു വയലിക്കടയാണ്. നമ്മുടെ അവിടെ ഒരു വയലിക്കടയുണ്ട്. നമ്മുടെ വയലിക്കടയുണ്ട്. ഇത് അമ്പലമുക്ക് വയലിക്കട. ഇടത്തോട്ട് പിടിച്ച് ഇവിടുന്ന് ഇടത്തോട്ട് പിടിച്ച് കഴിഞ്ഞാൽ കുറവണം പോകും. നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ പാറോട്ടണം ജംഗ്ഷനിൽ നിന്ന് കയറും. പാറോട്ടണം, പരുത്തിപ്പാറ, പാറോട്ടണം. പരുത്തിപ്പാറ, പാറോട്ടണം. അവിടെ ഉള്ളൂര് മെഡിക്കൽ കോളേജിൻ്റെ വഴി. അതെ, മെഡിക്കൽ കോളേജ്. ഉള്ളൂര് കേശദാസപുരം, ഉള്ളൂര് പട്ടം കേശവാസുരം, ഉള്ളൂര് അങ്ങനെ അങ്ങോട്ട് പോകാം. പാറോട്ടണം, പരുത്തിപ്പാറ അങ്ങനെ അങ്ങോട്ട് പോകാം. ആ വഴി നേരെ അവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. മുട്ടട എത്തി, മുട്ടട. പണ്ട് ഇഷ്ടം പോലെ തെങ്ങുകളുണ്ടായിരുന്നു. ഇപ്പം തെങ്ങൊക്കെ കുറഞ്ഞു. തെങ്ങൊന്നും ഇല്ല, കുറഞ്ഞൊന്നല്ല, തെങ്ങില്ല. തെങ്ങ് വളരെ വിരളമായിട്ട് അവിടെ എവിടെയെങ്കിലും പഴയ കേരളം ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമുള്ള തെങ്ങുകൾ നമ്മൾ വച്ചു പിടിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ. പണ്ട് ഇഷ്ടം പോലെ തെങ്ങിന്റെ കേന്ദ്രമായിരുന്നു. ഇന്ന് തോടുകളും പാടങ്ങളും ഒക്കെ മൂടി വീടുകളായി. ഇന്നിപ്പോ അതിന് പഴയ തെങ്ങുണ്ടായിരുന്ന തെങ്ങും കാടുകൾ മുഴുവൻ ഇന്ന് കോൺക്രീറ്റ് കാടുകളായി. തെങ്ങിന്റെ കാടുണ്ടായിരുന്ന സ്ഥലം ഇന്ന് കോൺക്രീറ്റിന്റെ കാടുകളായി. നമ്മള് പട്ടം വട്ടം ഇറങ്ങി വന്നാൽ പട്ടം സെന്റ് മേരീസ് സ്കൂളിന്റെ അടുത്ത് എത്തി. ഇവിടുന്ന് റൈറ്റ്.
സ്ഥലത്തിൻ്റെ പേരെന്തിനാണ് നമ്മൾ പറഞ്ഞത്? കേസ്ദാസപുരം. കേശവാസുരം. കേസ്ദാസപുരം പട്ടത്ത് പട്ട സ്കൂള് കഴിഞ്ഞു അടുത്ത നമ്മൾ കേസ്ദാസപുരം. കേസ്ദാസപുരത്തു നിന്ന് ഉള്ളൂർ പോകുന്ന റോഡ് വലത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ വട്ടപ്പാറ, കോട്ടയം അങ്ങോട്ട് പോകുന്നു. ഇത് നമ്മൾ മെഡിക്കൽ കോളേജ് പോകുന്ന റോഡാണ്. ഇത് ശ്രീകാര്യം, മെഡിക്കൽ കോളേജ്, ലുലു മാള് അങ്ങോട്ടൊക്കെ പോകുന്ന റോഡ്. കൊല്ലം, എറണാകുളം അങ്ങോട്ടൊക്കെ പോകുന്ന റോഡാണ് അല്ലേ? അങ്ങനെ നമ്മൾ ഉള്ളൂരെത്തി അല്ലേ? ഉള്ളൂര്. തിരക്ക് നോക്കിയാണ്. ഇത് റോഡൊക്കെ ശകലം കൂടിയൊക്കെ വീതി കൂട്ടി വിടാനുള്ളതിന്. ഇത് ഇവിടെ ഭയങ്കര തിരക്കാണ്. മെഡിക്കൽ കോളേജൊക്കെ പോകുന്ന റോഡാണ്. ഉള്ളൂർ മെഡിക്കൽ കോളേജ് പോകുന്ന റോഡ് ഭയങ്കര തിരക്ക്. ആ പാലം മുതൽ ഭയങ്കര തിരക്കാണ്. ഇങ്ങനെ അറ്റം വരെ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും കിടക്കേണ്ടി വരികയാണ് ഇവിടെ. ഈ വലിയ സിഗ്നലുമാണ്. അത് മാത്രമല്ല ഒരു അരമണിക്കൂറെങ്കിലും ഇവിടെ കിടക്കേണ്ടി വരും. ഓരോ വണ്ടിയുടെ പുറകെ ഇവിടെയൊക്കെ ശകലം കൂടിയൊക്കെ വീതി കൂട്ടി എന്തെങ്കിലും ചെയ്യാനുള്ളതിന് ഇല്ലേ? മാത്രം മേൽപ്പാലമോ എന്തെങ്കിലും ചെയ്ത് ഇത്രയും തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ഒന്നര അടുത്ത് മെഡിക്കൽ കോളേജ് കിടക്കുക. മേൽപ്പാലം വരേണ്ട സമയം. ഇവിടെ വേറെ കാര്യമില്ല. ഇവിടെ ചെയ്യേണ്ട വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇവിടെയൊക്കെ ചെയ്യണമെങ്കിൽ മേൽപ്പാലം ചെയ്യേണ്ടി വരും, ഈ സിഗ്നൽ കൊടുങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സ്ട്രേറ്റ് ആയിട്ട് ദൂരോട്ട് പോകേണ്ട വണ്ടികൾക്ക് മെഡിക്കൽ കോളേജ് പോകേണ്ട സ്പ്ലിറ്റ് ആയി പോകണം. അത് 4 റോഡ് തിരിയുന്ന സ്ഥലത്ത്. ഇപ്പോൾ ഇവിടെ തന്നെ വന്ന് നമ്മളൊരു 20 മിനിറ്റോളം ഇവിടെ വെയിറ്റ് ചെയ്ത് കിടന്നു. ഭയങ്കര ബ്ലോക്ക്. എപ്പം വന്നാലും ഇവിടെ ബ്ലോക്കാണ്. ഈ ഉള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അതിന്റെ സിഗ്നലൊക്കെ ഓഫ് ചെയ്തിട്ട് പോലീസാണ് നിയന്ത്രിക്കുന്നത് ഇപ്പം ട്രാഫിക്. പക്ഷെ ഭയങ്കര ബ്ലോക്ക്. കേസ്ദാസപുരത്ത് നിന്ന് നമ്മൾ താഴോട്ട് ഉള്ളൂർ വന്ന് കയറുന്ന റോഡാണ്. ഭയങ്കര ബ്ലോക്ക്, ഒരു രക്ഷയില്ല. അങ്ങ് അറ്റം മുതൽ ഇങ്ങനെ അറ്റം വരെ കേസ്ദാസപുരം മുതൽ ആ താഴോട്ട് ഇറങ്ങുന്ന ശകല ഒരു ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഫുള്ളും ബ്ലോക്കാണ്. എന്തായാലും ബ്ലോക്കാണ്. നമുക്ക് ഇവിടം വരെ ഭയങ്കര ബ്ലോക്കാണ്. മെഡിക്കൽ കോളേജ് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ ഒന്ന് വീതി കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതിന് പോകാനുള്ള ഇതുണ്ടെന്ന് പണ്ടായിരിക്കും. ഇവിടെ സിഗ്നലുകൾ, ഒരുപാട് സിഗ്നലുകൾ